വെൽക്കം ടു ഡ്രീം ഷോ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻറ്റ് ആൻഡ് കാഷ്യർ എക്സാമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് ഇക്കണോമിക്സിൽ നിന്നും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് ഇതിനു മുൻപൊക്കെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: If a commodity is used for multiple purpose, then the demand for it is known as. When the commodity is used for multiple purpose, then the demand for it is known as. Option A, joint demand. Option B, composite demand. Option C, direct demand. ആൻഡ് ഓപ്ഷൻ ഡി, ഓട്ടോണോമസ് ഡിമാൻഡ്. ഏത് ഡിമാൻഡ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കമ്മോഡിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഡിമാൻഡാണ്. ആൻസർ വരുന്നത് കോമ്പോസിറ്റ് ഡിമാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് സബ്ജക്റ്റ് ഈസ് റെലവൻറ്റ് ടു ദ സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ? വിച്ച് സബ്ജക്റ്റ് ഈസ് റെലവൻറ്റ് ടു ദ സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ? ഏത് സബ്ജക്റ്റാണ് കൺസ്യൂമർ ബിഹേവിയറിൻ്റെ സ്റ്റഡിക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഓപ്ഷൻ എ ഇക്കണോമിക്, ഓപ്ഷൻ ബി സൈക്കോളജി, ഓപ്ഷൻ സി സോഷ്യോളജി ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിമാൻഡ് ഹാസ് ദ ഫോളോയിങ് എലിമെൻറ്റ്സ്. ഓപ്ഷൻ എ ക്വാണ്ടിറ്റി, ഓപ്ഷൻ ബി പ്രൈസ്, ഓപ്ഷൻ സി ടൈം ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ആൻസർ ഏതാണ് വരിക? ഓൾ ഓഫ് ദ എബോവ് ആണ്. കാരണം ഡിമാൻഡ് എന്ന് പറയുമ്പം ഈ പറയുന്ന എല്ലാ ആസ്പെക്റ്റും അതിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം അറ്റൈൻസ് ഇക്വിലിബ്രിയം വെൻ? എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം അറ്റൈൻസ് ഇക്വിലിബ്രിയം വെൻ? ഓപ്ഷൻസ് എ സി ഈക്വൽ ടു എ ആർ, ബി MR equal to MC, C MC equal to AC and D TC equal to TR. അപ്പോൾ ഇതിൽ ഓരോന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് കോസ്റ്റ്, എ ആർ എന്ന് പറഞ്ഞാൽ ആവറേജ് റവന്യൂ, എം ആർ മാർജിനൽ റവന്യൂ, എം സി മാർജിനൽ കോസ്റ്റ്, ടി സി ടോട്ടൽ കോസ്റ്റ്, ടി ആർ ടോട്ടൽ റവന്യൂ ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എം ആർ ഈക്വൽ ടു എം സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ തിയറി ഓഫ് റിവീൽഡ് പ്രിഫറൻസ് വാസ് പ്രൊപൗണ്ടഡ് ബൈ? ദ തിയറി ഓഫ് റിവീൽഡ് പ്രിഫറൻസ് വാസ് പ്രൊപൗണ്ടഡ് ബൈ? ഓപ്ഷൻ എ മാർഷാൽ, ഓപ്ഷൻ ബി പി എഫ് ഡ്രക്കർ, ഓപ്ഷൻ സി പോൾ സാമുവൽസൺ ആൻഡ് ഓപ്ഷൻ ഡി ജെ ആർ ഹിക്കി. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, പോൾ സാമുവൽസൺ ആണ് തിയറി ഓഫ് റിവീൽഡ് പ്രിഫറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഇൻ ദ ഷോർട്ട് റൺ വിൽ ബി ഇൻ ഇക്വിലിബ്രിയം വെയർ? ഓപ്ഷൻ എ എം സി ഈക്വൽ ടു എ സി, ഓപ്ഷൻ ബി എം സി ഈക്വൽ ടു എം ആർ, ഓപ്ഷൻ സി എം സി ഈക്വൽ ടു 0 ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പോൾ എന്താ ചോദിച്ചത്? എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഇൻ ദ ഷോർട്ട് റൺ വിൽ ബി ഇക്വിലിബ്രിയം വെയർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എം സി ഈക്വൽ ടു എം ആർ. മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വൽ ആവുന്ന സിറ്റുവേഷനിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: കിങ്ഡ് ഡിമാൻഡ് കർവ്. കിങ്ഡ് ഡിമാൻഡ് കർവ് ഈസ് റിലേറ്റഡ് വിത്ത്? ഓപ്ഷൻ എ മൊണോപ്പൊളി, ഓപ്ഷൻ ബി ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി, ഓപ്ഷൻ സി ഒളിഗോപ്പൊളി ആൻഡ് ഓപ്ഷൻ ഡി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്, കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പം എപ്പോഴും അവിടെ ഏത് സിറ്റുവേഷൻ ആയിരിക്കും? ഒളിഗോപ്പൊളി ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: when demand curve is rectangular hyperbola, when demand curve is rectangular hyperbola, the elasticity of demand will be? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ വായിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്.
when the demand curve is a rectangular hyperbola, അങ്ങനെ വരുമ്പോൾ the elasticity of demand will be option A perfectly elastic, option B unit elastic, option C perfectly inelastic and option D highly elastic. ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, യൂണിറ്റ് ഇലാസ്റ്റിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, marginal revenue is dash at the quantity that generates maximum total revenue and negative beyond that point. Marginal revenue is dash at the quantity that generates maximum total revenue and negative beyond that point. ഏത് പോയിന്റ് ആണ്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി +2, അതായത് +2, ഓപ്ഷൻ സി +1 ആൻഡ് ഓപ്ഷൻ ഡി -1. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കൺസ്യൂമർ കൺസ്യൂമിങ് 2 ഗുഡ്സ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം വെൻ ദ മാർജിനൽ യൂട്ടിലിറ്റീസ് ഫ്രം ബോത്ത് ഗുഡ്സ് ആർ. ഓപ്ഷൻ എ മാക്സിമം പോസിബിൾ പോസിറ്റീവ്, ഓപ്ഷൻ ബി മിനിമം പോസിബിൾ പോസിറ്റീവ്, ഓപ്ഷൻ സി ഈക്വൽ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഈക്വൽ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ പ്രൊഡക്ഷൻ വിൽ ബി മാക്സിമം വെൻ. ഓപ്ഷൻ എ മാർജിനൽ പ്രൊഡക്ഷൻ ഈസ് മാക്സിമം, ഓപ്ഷൻ ബി ആവറേജ് പ്രൊഡക്ഷൻ ഈസ് മാക്സിമം ആൻഡ് ഓപ്ഷൻ സി marginal production is 0 and option D average production is equal to marginal production. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? പ്രൊഡക്ഷൻ വിൽ ബി മാക്സിമം വെൻ എന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മാർജിനൽ പ്രൊഡക്ഷൻ ഈസ് 0 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഷോർട്ട് പീരിയഡ് മോണോപോളിസ്റ്റ് ഫേം ഇക്വിലിബ്രിയം ഈസ് സെറ്റ്. In the short period, monopolistic firm equilibrium is set. Option A break-even point. Option B AR greater than AC, അതായത് average revenue greater than average cost. Option C average revenue less than average cost. Next all of the above അതാണ് കൊടുത്തത് നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഇൻ ദ ഷോർട്ട് പീരിയഡ് മോണോപോളിസ്റ്റ് ഫേം ഈസ് ഇക്വിലിബ്രിയം അറ്റ് all of the above ആണ് ആൻസർ ആയിട്ട് വരിക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് പ്രോഫിറ്റബിൾ ആൻഡ് പോസിബിൾ ഫോർ ദ ടു മാർക്കറ്റ് ഹാവ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് പ്രോഫിറ്റബിൾ ആൻഡ് പോസിബിൾ ഓഫ് ദ ടു മാർക്കറ്റ് ഹാവ്. മാർക്കറ്റ് എങ്ങനെയായിരിക്കണം? ഓപ്ഷൻ എ ഈക്വൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഓപ്ഷൻ ബി ഡിഫറെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഓപ്ഷൻ സി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഓപ്ഷൻ ഡി ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിഫറെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, loss of increasing and constant returns. Loss of increasing and constant returns are temporary phase of. Option A law of variable proportion, option B law of diminishing return, option C law of proportionality and option D law of diminishing marginal utility. ലോ ഓഫ് ഡിമിനിഷിങ് യൂട്ടിലിറ്റി എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ലോസ് ഓഫ് ഇൻക്രീസിങ് ആൻഡ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആർ എന്ന് പറയുന്ന സമയത്ത് ഓപ്ഷൻ എ ആണ്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കാർട്ടൽസ് അണ്ടർ ഒളിഗോപ്പൊളി ഡു നോട്ട് സർവൈവ് ഫോർ ലോങ് പീരിയഡ്. കാർട്ടൽസ് അണ്ടർ ഒളിഗോപ്പൊളി എന്ത് ചെയ്യില്ല? ലോങ് പീരിയഡിൽ സർവൈവ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഓപ്ഷൻ എ ഇന്റർഫേം റൈവൽറി, ഓപ്ഷൻ ബി ലോ പ്രോഫിറ്റ്, ഓപ്ഷൻ സി ഹൈ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഹെവി ലോസ്. അപ്പം ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, ഇന്റർഫേം റൈവൽറി ആണ് ആൻസർ. ഇന്റർഫേം റൈവൽറി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻകം മേ ബി ഡിറ്റർമൈൻഡ് ത്രൂ. നാഷണൽ ഇൻകം മേ ബി ഡിറ്റർമൈൻഡ് ത്രൂ ഓപ്ഷൻ എ ഇൻകം അപ്രോച്ച്, ഓപ്ഷൻ ബി എക്സ്പെൻഡിച്ചർ അപ്രോച്ച്, ഓപ്ഷൻ സി പ്രൊഡക്ഷൻ അപ്രോച്ച് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ നാഷണൽ ഇൻകം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എല്ലാ മെത്തേഡും യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസി ഹെൽപ്സ് ഇൻ ഇൻക്രീസിംഗ് പ്രോഫിറ്റ് ഇൻ കേസ് ഓഫ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസി ഹെൽപ്സ് ഇൻ ഇൻക്രീസിംഗ് ദ പ്രോഫിറ്റ് ഇൻ കേസ് ഓഫ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഓപ്ഷൻ ബി മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഓപ്ഷൻ സി മോണോപ്പൊളി, ഓപ്ഷൻ ഡി ഒളിഗോപ്പൊളി. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, മൊണോപ്പൊളിയാണ് ആൻസർ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസി ഹെൽപ്സ് ഇൻ ഇൻക്രീസിംഗ് പ്രോഫിറ്റ് ഇൻ കേസ് ഓഫ് മൊണോപ്പൊളിയാണ് ആൻസർ. അടുത്തത് ദ നേച്ചർ ഓഫ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ കേസ് ഓഫ് കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് വിൽ ബി. ഓപ്ഷൻ എ നെഗറ്റീവ്, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി പോസിറ്റീവ് ആൻഡ് ഓപ്ഷൻ ഡി എ ആൻഡ് സി ബോത്ത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ്, ഓപ്ഷൻ എ ആൻഡ് സി ബോത്ത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീൻസ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീൻസ് ഓപ്ഷൻ എ cost of a homogeneous product, option B cost of the last unit, option C cost of next best alternative and option D cost of all units produced. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ എ ടിപ്പിക്കൽ ഡിമാൻഡ് ഷെഡ്യൂൾ. In a typical demand schedule, quantity demanded, option A varies directly with price, option B varies proportionately with price, option C varies inversely with price and option D is independent of price. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത്, അതായത് ടിപ്പിക്കൽ ഡിമാൻഡ് ഷെഡ്യൂളിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് പ്രൈസ്. അതായത് ഓപ്ഷൻ സി ആണ് വരുന്നത്, വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് പ്രൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് എ ടേം വിത്ത് ഡിസ്ക്രൈബ്സ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓപ്ഷൻ എ ബാർഗെയിൻ പ്രൈസ് ഫോർ എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ഓപ്ഷൻ ബി cost related to an optimal level of production, option C average variable cost and option D none of the above. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, എ ബാർഗെയിൻ പ്രൈസ് ഫോർ എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ the principle which states that an input must be so allocated between various users that the value added by the last unit of input in the same in all its unit is called. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ദ പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ്. ഒരു പ്രിൻസിപ്പിൾ ആണ്. ആ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ദാറ്റ് ആൻ ഇൻപുട്ട് മസ്റ്റ് ബി സോ അലോക്കേറ്റഡ്. നമ്മൾ ഇൻപുട്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം? ബിറ്റ്വീൻ വേരിയസ് യൂസേഴ്സ് ദാറ്റ് ദ വാല്യൂ ആഡഡ് ബൈ ദ ലാസ്റ്റ് യൂണിറ്റ്. ആ യൂണിറ്റിൻ്റെ, ആ പ്രൊഡക്റ്റിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ഇൻ ദ സെയിം ഇൻ ഓൾ ഇറ്റ്സ് യൂസ്. അപ്പം അതിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൻ്റെ എന്തെന്ന് പറയുന്നതാണ്? ലാസ്റ്റ് യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സെയിം ഇൻ ഓൾ ദ യൂണിറ്റ് ആണ്. അതായത് ഓൾ കേസസിൽ അതിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൻ്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അത് ഏത് കേസിലാണെന്നാണ് പറയുന്നത്. ഇത് ഓപ്ഷൻ എ പറയുന്നത് മാർജിനൽ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ഡി ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് വരുന്നത്, ഈക്വൽ മാർജിനൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ an example of derived demand. An example of derived demand is option A money, option B cigarette, option C car, option D mobile phone. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ മണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കിങ്ഡ് ഡിമാൻഡ് കർവ് അപ്രോച്ച് ഈസ് കൺസേൺഡ് വിത്ത്. ഓപ്ഷൻ എ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഓപ്ഷൻ ബി പ്രൈസ് ഫ്ലെക്സിബിലിറ്റി, ഓപ്ഷൻ സി പ്രൈസ് റിജിഡിറ്റി, ഓപ്ഷൻ ഡി ഡ്യുവൽ പ്രൈസിങ്. ഏത് കേസാണ് വരുന്നത്? ഓപ്ഷൻ ബി പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയാണ് ആൻസറായി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഈവൻ മൊണോപ്പൊളിസ്റ്റിക് ക്യാൻ ഏൺ ലോസ്. നെക്സ്റ്റ് ബി
Firms in a perfectly competitive market are price taker. Option C, it is always beneficial for a firm in a perfectly competitive market to discriminate price. Option D, kinged demand curve is related to an oligopolistic market. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചത്, തെറ്റ് ഏതാണെന്ന്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. It is always beneficial for a firm in a perfectly competitive market to discriminate price. ഇതാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എഴുതിയെടുത്ത് പഠിക്കാൻ ടൈം കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ വീഡിയോ വീണ്ടും കേട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കേട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എൻട്രി ചെയ്തുകൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ടൈമിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാത്തത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ രീതിയിലൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത എക്സാമൊക്കെ വരുമ്പോഴേക്കും, ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാമൊക്കെ വരുമ്പോഴേക്കും ആ രീതിയിൽ ക്വസ്റ്റ്യൻ തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ നമുക്ക് എക്സാം അടുത്തിരിക്കുന്ന ഈ സമയമാണ്. പിന്നെ അത് മാത്രമല്ല ടൈമിൻ്റെ ചില പ്രോബ്ലംസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തരാത്തത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. നോട്ട് എഴുതിയിട്ട് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഇതിന് മുൻപ് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അക്കൗണ്ടൻറ്റ് ആൻഡ് കാഷ്യർ എക്സാമിനും അതുപോലെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാവും. ഇനിയും ഞാൻ പുതിയ ക്ലാസ്സുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്